എഴുകുംവയൽ കുരിശുമലയിലേക്കുള്ള കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ പാപപരിഹാരങ്ങൾക്കായും നിയോഗങ്ങൾക്കായും 14 സ്ഥലങ്ങൾ പിന്നിട്ട് മലമുകളിലെത്തി വിശുദ്ധ ബലിയിലും ആരാധനയിലും നേർച്ചക്കഞ്ഞിയിലും സജീവമായി പങ്കെടുക്കുമ്പോഴും തങ്ങളുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അത്താണിയായി കാണുന്ന പ്രതീകം മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ക്രൂശുരൂപ ശില്പത്തിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശുരൂപമെന്നറിയപ്പെടുന്ന ഈ ശില്പത്തിൻ്റെ അസാമാന്യ വലുപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യർ നിസാരരാണെന്ന അവബോധമുണ്ടാകാൻ കാരണമാകുന്നു. ഈ ദൈവിക ശില്പത്തിന് രൂപഭാവങ്ങൾ നൽകിയ ചിത്രകലാധ്യാപകൻ കൂടിയായ ശില്പി ശ്രീ ടി.ജെ. ജോസ് മാസ്റ്റർ പോലും ഇവിടെ എത്തുമ്പോൾ തലകുനിക്കുന്നത് ശില്പത്തിനോടുള്ള ആദരവ് കൊണ്ടല്ല, മറിച്ച് ശില്പം പ്രതിനിധാനം ചെയ്യുന്ന വചനാനുഭവത്തോടാണ്. ഇടുക്കി, കോതമംഗലം, പാല പ്രദേശങ്ങളിലുള്ള ഈ രൂപതകളിലുള്ള പല സ്ഥലങ്ങളിലും ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് ശ്രീ ടി.ജെ. ജോസ്. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നതോടൊപ്പം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടി വഴിയായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ഇനിയും ഏറെ ദേവാലയങ്ങൾ നിർമ്മിക്കുവാനായിട്ട്, ദേവാലയ നിർമ്മിതിയിൽ സഹായിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിന് ലഭിച്ച ഈ കഴിവ് ദൈവം നൽകിയ ദാനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ദൈവ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. വിനീതനായ അദ്ദേഹം താൻ ചെയ്യുന്ന കാര്യം ദൈവ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ ശുശ്രൂഷയിലൂടെ അനേകം ജനങ്ങളെ, ദേവാലയങ്ങളിൽ വരുന്ന അനേകരെ ദൈവസന്നിധിയിലേക്ക് ചിന്തകൾ ഉയർത്തുവാൻ സഹായിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇനിയും അപ്രകാരം ധാരാളം ദേവാലയങ്ങൾ നിർമ്മിച്ച് ദൈവിക ചിന്തയിൽ മനുഷ്യനെ വളർത്തുവാൻ സാധിക്കട്ടെ. ഇത് അടിമാലിക്കാരൻ തേക്കനാൽ ജോസ് 100-ലധികം ദേവാലയങ്ങൾക്ക് അൾത്താര രൂപകൽപ്പന ചെയ്ത് സൃഷ്ടിച്ച് അനേകർക്ക് പ്രാർത്ഥിക്കാൻ മികച്ച ആത്മീയാന്തരീക്ഷം ഒരുക്കുന്ന ശില്പി. ജനിച്ചു വളർന്ന കഞ്ഞിക്കുഴി ഇടവകയിൽ വികാരിയായി എത്തിയ ബഹുമാനപ്പെട്ട തോമസ് ആനിക്കുഴിക്കാട്ടിലച്ഛൻ്റെ ഇടപെടലും പ്രചോദനവും ജോസ് മാഷിലെ ശില്പി ഉണരാൻ കാരണമായി. ഇപ്പോൾ അടിമാലി ഇടവകാംഗമായ ജോസ് മാസ്റ്ററുടെ വികാരിയായി റവറൻ ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിലെത്തിയതും തനിക്കും തൻ്റെ കുടുംബത്തിനും ആത്മീയമായ ഉണർവിന് കാരണമായി എന്ന് ജോസ് മാസ്റ്റർ കരുതുന്നു. ടി.ജെ. ജോസ് എന്ന ഔപചാരികമായി നാമമുള്ള ബാബു എനിക്ക് മനസ്സിന് ഏറ്റവും ഇണങ്ങിയ കലാകാരനാണ്, സുഹൃത്താണ്. ബാബു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പരിചയപ്പെട്ടതാണ്. കഞ്ഞിക്കുഴിയിൽ 1978 വികാരിയായി എത്തുമ്പോൾ ബാബു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അന്ന് ആൾ മുതൽ ഇന്നു വരെ പുലർത്തിപ്പോരുന്ന സൗഹൃദം ഒരാർട്ടിസ്റ്റ് എന്ന നിലയിൽ ഉപരി ഉത്തമനായ ഒരു അധ്യാപകൻ, നല്ലൊരു സുഹൃത്ത് എന്ന നിലയിൽ വളരുകയും അദ്ദേഹത്തിലുള്ള കലാപരമായ കഴിവുകൾ വഴി
കർത്താവായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കണമെന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിൽ ഒരു എളിയ പങ്ക് എനിക്കുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പടം വരയ്ക്കുന്ന ബാബു തൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കലാപരമായ പരിശീലനത്തിന് തന്നെ പോകണം എന്ന് പ്രേരിപ്പിക്കുകയും കോട്ടയത്ത് ശങ്കുണ്ണി സ്മാരക വിദ്യാകേന്ദ്രത്തിൽ പഠനം ആരംഭിക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. പഠനം പൂർത്തിയായി വന്ന ബാബുവിന് പ്രവർത്തന മേഖലകൾ കിട്ടുക തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകാശിപ്പിക്കാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായൊരു ഘടകമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഇടവക്കാർ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അംഗീകരിക്കുക, ഇതംപ്രദമായിട്ട് ഇക്കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്ത ഒരു ശുശ്രൂഷ, ആദ്യത്തെ പരിപാടി ഈസ്റ്ററിന് പള്ളിയകത്ത് ദേവാലയത്തിനുള്ളിൽ വലിയ ഒരു ഉത്ഥിത രൂപം, ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ രൂപം കളമെഴുതുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഒരു ദേവാലയത്തിലും അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടാവില്ല. കളമെഴുതുക. ജനം അത്ഭുതപ്പെട്ടു പോയി, ഇതെന്തിടപാടാ? ഈസ്റ്റർ രാത്രിയിൽ പള്ളിയിൽ വന്നപ്പോൾ പള്ളിയുടെ കൊച്ചു പള്ളിയാണ്, ആ പള്ളിയുടെ ഏതാണ്ട് 1/3 ഭാഗം ഉയർത്തെഴുന്നേറ്റ മിശിഹ ഇങ്ങനെ വർണ്ണങ്ങളാൽ വിഭൂഷിതനായിട്ട് പള്ളിയകത്ത് തറയിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അത്ഭുതകരമായിട്ടുള്ള അനുഭവം ജനങ്ങൾക്ക് ബാബുവിനോടുള്ള ആ മതിപ്പ് വളരെ പെട്ടെന്ന് വർദ്ധിക്കുവാനായിട്ട് കാരണമായി എന്നുള്ളത് സത്യമാണ്. തുടർന്ന് സെൻറ് തോമസ് ഹൈസ്കൂൾ പുന്നയാർ എന്ന വിലാസമുള്ള കഞ്ഞിക്കുഴിയിലെ സെൻറ് മേരീസ് പള്ളിയുടെ മാനേജ്മെൻറ്റിലുള്ള സ്കൂള് ആരംഭിച്ചപ്പോൾ ആ സ്കൂളിൽ കലാ വിഭാഗത്തിൻ്റെ അധ്യാപകനായിട്ട് ബാബുവിനെ നിയമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തെ അംഗീകരിക്കുകയും ഒരു ഉപജീവന മാർഗത്തിന്, ജോലിക്ക് അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യാനും എനിക്ക് അവസരമുണ്ടായി എന്നുള്ളത് പ്രത്യേകമായിട്ട് ഈ സാഹചര്യത്തിൽ ഓർക്കുകയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ ജോലി അംഗീകാരം കിട്ടി ശമ്പളം വാങ്ങാൻ ഇടയായെങ്കിൽ തുടർന്ന് അങ്ങോട്ട് സ്കൂൾ സംബന്ധമായ കേസുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് അംഗീകാരം കിട്ടാതെ, ശമ്പളം കിട്ടാതെ അനേകം വർഷങ്ങൾ അദ്ദേഹം ജോലി ചെയ്യേണ്ടി വന്നു. ദുഃഖത്തോടുകൂടി ആ വർഷങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അനേകം വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നതനുസരിച്ച് ഒരു 10-12 വർഷങ്ങളെങ്കിലും ശമ്പളമില്ലാതെ ജോലി ചെയ്ത ഒരു അധ്യാപകൻ. പക്ഷേ അദ്ദേഹം അതേക്കുറിച്ച് മനസ്സിൽ ഭാരപ്പെടാതെ, ശമ്പളം കിട്ടുന്നില്ലല്ലോ എന്ന വിഷമമുണ്ട്, എന്നാൽ വളരെ കൃത്യമായിട്ടും സഭാസംബന്ധമായി ശുശ്രൂഷകളിലേക്ക് കൂടെ സമയം കണ്ടെത്തുന്നതിന് ആ പ്രത്യേകമായ സാഹചര്യം ഉപകാരപ്പെടുത്തുകയായി. അനേകം പള്ളികൾക്ക് അദ്ദേഹം രൂപകൽപ്പന ചെയ്യുകയും അത് ഏറ്റവും മനോഹരമായി മോൾഡുകൾ നിർമ്മിച്ചുകൊണ്ടല്ല, തൻ്റെ കരവിരുത് പ്രകടമാക്കിക്കൊണ്ട് രൂപങ്ങൾ സൃഷ്ടിക്കാനും പള്ളികളുടെ മധുവക ക്രമീകരിക്കാനും ദേവാലയങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടുള്ള രൂപഭംഗി നൽകാനും അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അരൂപിയിൽ തൻ്റെ സേവനം ഏറ്റവും മനോഹരമായി പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിറന്നു വീണ മണ്ണിലെ ദേവാലയത്തിലെ അൾത്താര മാത്രമല്ല, സ്വന്തം കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചു വളർന്നു വന്ന ഈ ദേവാലയത്തിനോട് ചേർന്ന് അത്ഭുത നീരുറവ ഉൾപ്പെടുന്ന ഒരു ഗ്രോട്ടോ മാതാവിനായി ഒരുക്കിയത് മഹാസൗഭാഗ്യമായി ജോസ് മാസ്റ്റർ കരുതുന്നു.
ഇന്ന് ഇടുക്കി പ്രദേശത്ത് ഒട്ടേറെ വിശ്വാസികൾക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുന്ന ഒരു ഗ്രോട്ടോയായി ഇത് മാറിയിരിക്കുന്നു. കഞ്ഞിക്കുഴി മരിയൻ തീർത്ഥാടന ദേവാലയത്തിലെ അംഗമായ ശ്രീ ബാബു സാറ്, ജോസ് എന്നറിയപ്പെടുന്ന ബാബു സാറ് ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഏറെ സഹായിച്ച വ്യക്തിയാണ്. ഒരു ദേവാലയത്തിൻ്റെ മധുഭാഗ എന്ന് പറയുന്നത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ മധുഭാഗയിലെ എല്ലാ ചിത്രീകരണങ്ങളും കലകളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ബാബു സാറിൻ്റെ മനോമുഖരങ്ങളിൽ വിടർന്ന ഭാവനകളാണ്. 3D മാനത്തിലുള്ള അന്ത്യത്താഴം ആരെയും ശ്രദ്ധിപ്പിക്കുന്നതാണ്. മറ്റെങ്ങും കാണാത്ത വിധത്തിൽ വളരെയേറെ മനോഹരമായി കാണപ്പെട്ടിരിക്കുന്ന ഈ 3D മാനത്തിലുള്ള ഈ തിരുവത്താഴം വളരെ പ്രശംസനീയമായ രീതിയിൽ അംഗീകാരം നേടിയിട്ടുള്ളതാണ്. സർഗാത്മകതയും ഭാവനയും അധ്വാനവും സമയവും കൂടിച്ചേരുന്ന ജോസ് മാസ്റ്ററുടെ സൃഷ്ടികൾ ദിവ്യാനുഭൂതി നൽകുന്നുവെന്നതിൻ്റെ തെളിവാണ് തുടർച്ചയായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദേവാലയ മദ്ബഹകളും ശില്പങ്ങളും. സൃഷ്ടികൾക്കായി തനിക്കൊപ്പം പ്രവർത്തിക്കുന്ന കരങ്ങളിലും ഭക്തിയുടെയും നൈർമല്യത്തിൻ്റെയും നിറവുണ്ടാകണമെന്ന് ജോസ് മാസ്റ്റർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകര സ്വദേശികളായ സത്യൻ, ഗിരീഷ്, നിഷാദ്, സാജൻ, അമ്പിളി എന്നിവരടങ്ങുന്ന സംഘം ജോസ് മാസ്റ്ററുടെ ശില്പസൃഷ്ടികളിൽ പങ്കാളികളാകുന്നത് തികഞ്ഞ അച്ചടക്കത്തിലും സ്നേഹത്തിലും പ്രാർത്ഥനാപൂർവവുമാണ്. ജോസാറിനെ ആദ്യമായിട്ട് പാലാരൂപതയിലെ ഒരു ദേവാലയ നിർമ്മാണത്തിലേക്ക് വിളിച്ചത് 2002 വാക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലേക്കാണ്. സാറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പലരിൽ നിന്നും അറിയാൻ സാധിച്ചു. സാറ് മറ്റെല്ലാ ശില്പ നിർമ്മാണം നടത്തുന്ന വ്യക്തികളെക്കാളും തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിന് സാർ ഉടമയാണ്. കാരണം സാർ അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് പോലും ഒരിക്കലും കമ്പ്യൂട്ടറൈസ് ചെയ്യാറില്ല. കൈകൊണ്ട് ഡ്രോയിങ് മാഷായ ജോസാറ് കൈകൊണ്ടാണ് അത് മുഴുവൻ വരയ്ക്കാറുള്ളത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ വരച്ചു തരുന്നു. അത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ആ വർക്ക് അന്ന് അവിടെ വളരെ മനോഹരമായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് അത് സാറ് അവിടെ ചെയ്തു തീർത്തു. അതുകൊണ്ടാണ് പിന്നീട് വിവിധങ്ങളായ രൂപതകളിലും പല ദേവാലയങ്ങളും പിന്നിട്ടിട്ട് ഇപ്പോൾ ഈ കുറവലങ്ങാടിനടുത്ത് സ്ലീവാപുരം ഇടവകയിലെ മാർസ്ലീവ ദേവാലയം പുതിയതായിട്ട് പുതുക്കി പണിയുന്ന അവസരത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വവും സാറിനെയും സാറിൻ്റെ ടീം അംഗങ്ങളെയും ഏൽപ്പിക്കുവാൻ ഇടവന്നത്. അധ്യാപനവും ചിത്രരചനയും ശില്പസൃഷ്ടിയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ജോസ് മാസ്റ്റർക്ക് ദൈവം അനുഗ്രഹങ്ങളുടെ ലോകത്തേക്ക് കഷ്ടപ്പാടുകളിലൂടെ ഉരുക്കിയെടുത്ത് വളർത്തിയതായാണ് ഭൂതകാല ജീവിത കാഴ്ചകളിലൂടെ കാണാൻ കഴിയുന്നത്. ചിത്രകലയുമായി ബന്ധപ്പെട്ട് നിരവധി വർക്കുകൾ ചെയ്തിരുന്നുവെങ്കിലും ഇടക്കാലത്ത് വെച്ചാണ് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടത്. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ജോലിക്കൊരു തടസ്സം നേരിടുകയും അതിലൂടെ എന്നെ ദൈവം ശില്പകലാരംഗത്തേക്ക് കടത്തിവിടുകയാണ് ചെയ്തത്. ആദ്യമായി മരിയാപുരം പള്ളിക്ക് വേണ്ടി ഒരു അൽത്താര ഡിസൈൻ വരച്ചു. പിന്നീട് പൊന്നിയാർ സ്കൂളിലെ സഹ അധ്യാപകനായ VK കമലാസനൻ സാറ് എന്നിലെ ശില്പിയെ കണ്ടെത്തുകയും ആദ്യ ശില്പം നിർമ്മിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. ആദ്യമായി ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ശില്പമാണ് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ടാണ്
എനിക്ക് ശില്പകലാരംഗത്തേക്ക് കടക്കുവാനായിട്ട് കഴിഞ്ഞത്. പിന്നീട് ആദ്യമായി ഇടുക്കി കഞ്ഞിക്കുഴി പള്ളിയിൽ ആണ് ഒരു അൽത്താര ഡിസൈൻ വരച്ച് അതിൻ്റെ പണികൾ മുഴുവൻ പൂർത്തീകരിച്ചു കൊടുത്തത് കഞ്ഞിക്കുഴി പള്ളിയിലാണ്. പിന്നീട് കേരളമാകെ ഏതാണ്ട് 100-ൽ പരം പള്ളികൾക്ക് രൂപങ്ങളും അൽത്താരയും എല്ലാം നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപം എന്നറിയപ്പെടുന്ന എഴുകുംവെയിലിലെ കുരിശുരൂപം അത് നിർമ്മിക്കുവാനും ഈ കാലയളവിൽ എനിക്ക് ഭാഗ്യം ലഭിച്ചു. വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മേഖല ജോസ് മാസ്റ്റർ കണ്ടെത്തിയപ്പോൾ അത് മാതാപിതാക്കളിൽ അമ്പരപ്പും പിന്നീട് അതിശയവും ഉളവാക്കി. ഇന്ന് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അഭിമാനിക്കാവുന്ന കലാകാരനായി ജോസ് മാസ്റ്റർ മാറുമ്പോൾ അതിനും ആഹ്ലാദത്തിൻ്റെ നിറങ്ങളുണ്ട്. ചെറുപ്പത്തിൽ നല്ലവണ്ണം വരയ്ക്കും. നല്ല തിരുഹൃദയത്തിൻ്റെ രൂപം നല്ലവണ്ണം വരച്ച് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അന്നേരം ഞങ്ങൾ പറഞ്ഞു, ഇവൻ നല്ലപോലെ വരയ്ക്കുമല്ലോ എന്ന് കുഞ്ഞിലേ. അങ്ങനെ ആയി കഴിഞ്ഞപ്പം എൻ്റെ ആങ്ങള പറഞ്ഞു, അവന് പിന്നെ വര പഠിപ്പിക്കണം, നമുക്ക് വിടണം, സ്കൂളിൽ വിടണം എന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ പ്രതി നല്ല മതിപ്പ് എല്ലാവരിൽ നിന്നും കിട്ടി. ആസൂത്രണത്തിലും നിറവിന്യാസങ്ങളിലും വൈവിധ്യമാകുന്ന ശൈലികൾ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ദേവാലയങ്ങളും വ്യത്യസ്തവും നൂതനവുമായ ഒരു കലാക്ഷേത്രമായി മാറുന്നു. മനസ്സിന് ആശ്വാസവും ചിന്തകൾക്ക് ഏകാഗ്രതയും നൽകുന്ന ബലിവേദികളിലൂടെ ജോസ് മാസ്റ്റർ നൽകുന്ന സർഗാത്മക സ്പർശം വൈദികരുടെയും ആത്മായരുടെയും ആദരവിന് കാരണമായി മാറുന്നു. ജോസ് മാസ്റ്ററുടെ നിർമ്മാണ വൈദഗ്ധ്യം ഭക്തിയുടെ നിറച്ചാർത്തായി മാറുമ്പോൾ ഇടതടവില്ലാത്ത ശുശ്രൂഷകൾക്ക് അവസരങ്ങൾ ലഭ്യമായി മാറുന്നുവെന്നത് വസ്തുതയാണ്. ഓരോ ദേവാലയത്തിൻ്റെയും അൽത്താര പണിയുന്നത് അവരവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനുകളാണ് തയ്യാറാക്കുക. അതാത് ദേവാലയങ്ങൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഡിസൈൻ എനിക്ക് മനസ്സിൽ ദൈവം തോന്നിച്ചു തരുന്നു. അങ്ങനെ രൂപപ്പെടുത്തുന്ന ഡിസൈൻ ആ ദേവാലയത്തിന് ഇണങ്ങുന്ന തരത്തിലേക്ക് മാറുന്നു. ദേവാലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഞങ്ങളുടെ ടീമുകൾ ഒത്തൊരുമയോടെ പ്രാർത്ഥനയിൽ വളരെ ഡിസിപ്ലിനായിട്ട് അതിൻ്റെ ചൈതന്യം ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ അവർ ആ ദേവാലയ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നു. രൂപങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ ഞാൻ കൃത്യമായും ഏത് രൂപമാണോ നിർമ്മിക്കുന്നത് ആ രൂപത്തിലേക്ക് തന്നെ എൻ്റെ മനസ്സിനെ കൊണ്ടുവരികയും അതിനെ ധ്യാനിച്ച്, ഉദാഹരണത്തിന് ഈശോയുടെ രൂപമാണെങ്കിൽ ആ
രൂപത്തിൻ്റെ പൂർത്തീകരണം വരെ മനസ്സിൽ ഈശോയെ മാത്രം ധ്യാനിച്ച് ആ രൂപം നിർമ്മിക്കുകയാണ്. അതുകൊണ്ടാവാം എൻ്റെ രൂപങ്ങൾ കാണുമ്പോൾ അതിനൊരു ചൈതന്യം ഉണ്ട് എന്നൊക്കെ ജനങ്ങൾ പറയുന്നു. അപ്പം ഈ രൂപങ്ങളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് നമ്മളുടെ ആ വിശ്വാസം അനുസരിച്ചായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും വളരെ മനോഹരമായ അൽത്താരകളും രൂപങ്ങളും പൂർത്തീകരിക്കുവാൻ ദൈവത്തമ്പുരാൻ എനിക്ക് തന്നിരിക്കുന്ന ആ വലിയ അനുഗ്രഹം എത്ര സ്തുതിച്ചാലും മതിവരാത്ത ഒരു വരദാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അധ്യാപന ജീവിതവും ശില്പനിർമ്മാണ ശുശ്രൂഷയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ വിജയരഹസ്യം കാളിയാർ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന നിർലോഭമായ സഹകരണവും പ്രോത്സാഹനവുമാണ്. വിദ്യാർത്ഥികളുടെ കലാവാസനകളെ തിരിച്ചറിയുകയും ആവശ്യമായ തിരുത്തലുകളും പ്രോത്സാഹനങ്ങളും പരിശീലനങ്ങളും നൽകി അവർക്ക് മത്സരങ്ങളിൽ സമ്മാനാർഹത നേടിക്കൊടുക്കുക മാത്രമല്ല, പിതൃതുല്യവും സൗഹൃദപൂർണവുമായ അടുപ്പം വഴി ഉത്തമ പൗരന്മാരാക്കാനും ജോസ് മാസ്റ്റർ ശ്രമിക്കുന്നതിലൂടെ ഈ ക്യാമ്പസിന് ജോസ് മാസ്റ്റർ ഏറെ പ്രിയങ്കരനായി മാറുകയാണ്. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും സഹോദരതുല്യമായ സ്നേഹഭാവത്തിലൂടെ ഒരുമിച്ച് വർത്തിക്കുമ്പോൾ ജോസ് മാസ്റ്ററുടെ കലാജീവിതം വസന്തപൂർണമായി മാറുകയാണ്. കാളിയാർ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ജോസ് ടി ജെ സാർ ഒരു അനുഗ്രഹീത കലാകാരനാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ അഭിമാനവുമാണ്. ഒരു അനുഗ്രഹീത കലാകാരൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം നിരവധി ദേവാലയങ്ങളിൽ രൂപങ്ങളും അൾത്താരയൊക്കെ നിർമ്മിച്ച് ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് ആനയിക്കുന്നു. രാത്രി സമയങ്ങളിലാണ് അദ്ദേഹം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രാവിലെ വളരെ നേരത്തെ തന്നെ സ്കൂളിലെത്തുകയും തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ചിത്രകലയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ പോലും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ലീവ് എടുത്തിട്ടില്ല. സ്കൂളിൽ ശിഷ്യഗണങ്ങളെ അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും നല്ല രീതിയിൽ പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട്. ടി ജെ ജോസ് സാറ് കാളിയാർ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വലിയൊരു മുതൽക്കൂട്ടാണ്. നല്ലൊരു ഡ്രോയിങ് അധ്യാപകനാണ്. അതിലുമുപരി നല്ലൊരു നടനാണ്. അതോടൊപ്പം ശില്പിയാണ്. 100-ലേറെ പള്ളികളുടെ അൾത്താരകൾ അദ്ദേഹത്തിൻ്റെ കരചാതുരി തെളിയിക്കുന്നതാണ്. അദ്ദേഹം ഈ ജോലികളൊക്കെ ചെയ്യുമ്പോഴും സ്കൂളിൽ കൃത്യസമയത്ത് എത്തുകയും സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യവുമാണ്. ഒരു കലാകാരൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം സ്വസ്ഥമായ മനസ്സും സംതൃപ്തമായ കുടുംബജീവിതവുമാണ്. തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായി ജോസ് മാസ്റ്റർ ഉറച്ചു വിശ്വസിക്കുന്നത് ഭാര്യ ഇടുക്കി സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥയായ ആൻസിയും മക്കളായ ആൽബിനും അഞ്ജനയും നൽകുന്ന പ്രാർത്ഥനാപൂർണവും സ്നേഹവാത്സല്യവുമാർന്ന ജീവിത മുഹൂർത്തങ്ങളാണ്. വീട്ടിലെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തന്നെ വഹിച്ചുകൊണ്ട് ബാബുച്ചാനെ ഫ്രീ ആയിട്ട് വിട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ കൂട്ടുകാരുടെയൊക്കെ അടുത്ത് ചെല്ലുവാണെങ്കിലും ഇങ്ങനൊരു അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു നിലയിലാണ് എന്നറിയുമ്പം അവർക്കൊക്കെ വലിയ കാര്യമാണ്. അപ്പം ശരിക്കും അഭിമാനം തോന്നാറുണ്ട് ഈ ഒരു അച്ഛൻ്റെ വലിയൊരു കഴിവിനെ ഓർത്തിട്ട്. അകലങ്ങളിലുള്ള ദേവാലയങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോഴും കുടുംബത്തിലെ ഒരു പ്രശ്നങ്ങളും അവരെന്നെ പറഞ്ഞ് അലട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് അൽത്താര പണികളിലും രൂപങ്ങളുടെ നിർമ്മാണത്തിലുമൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. ഓരോ രൂപങ്ങളും ചെയ്തു വരുമ്പോൾ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അഹോരാത്രം ഇവരുടെ പിന്തുണയും നല്ല പ്രാർത്ഥനയും ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ്
എൻ്റെ രൂപങ്ങളും ഞാൻ നിർമ്മിക്കുന്ന അൽത്താരകളൊക്കെ പൂർണ്ണതയിലെത്താൻ കഴിയുന്നത് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഒരു കലാകാരൻ്റെ വിജയമെന്നത് തൻ്റെ സൃഷ്ടിയിലൂടെ അനേകർക്ക് ആസ്വാദനവും ആശ്വാസവും പകരുന്നതാണെന്ന് എഴുകുംവയലിൽ സ്ഥാപിതമായ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ 46 അടി പൊക്കമുള്ള കുരിശു രൂപത്തിലൂടെ ഈ ദേവശില്പി തെളിയിക്കുന്നതിൻ്റെ ചില സാക്ഷ്യങ്ങൾ മല കയറുന്നവർ പങ്കുവെക്കുന്നു. ബഹുമാനപ്പെട്ട TJ ജോസ് സാറിൻ്റെ രൂപങ്ങളും ശില്പങ്ങളുമൊക്കെ അവർണ്ണനീയമായ ഭംഗിയും കൃത്യതയും ഉള്ളവയാണ്. എഴുകുമ്മേൽ ഇടവകയുടെ ഹൃദയത്തുടുപ്പായി മാറിയിരിക്കുന്ന എഴുകുമ്മേൽ കുരിശുമലയും ക്രൂശിത രൂപവും ഇന്ന് കേരളത്തിനകത്തും പുറത്തുമുള്ള നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെ ആത്മീയ ചൈതന്യം പകർത്തുന്ന രൂപമായി തീർന്നിരിക്കുകയാണ്. കിഴക്കിൻ്റെ മലയാറ്റൂർ എന്ന പ്രസിദ്ധമായി തീർന്നിരിക്കുന്ന എഴുകുമ്പയിൽ കുരിശുമലയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൂശിത രൂപം നിർമ്മിച്ച TJ ജോസ് സാറിൻ്റെ 100ഓളം ദേവാലയങ്ങളിലെ അൾത്താരകളും തിരുസ്വരൂപങ്ങളും നിർമ്മിച്ചതിൻ്റെ പൂർത്തീകരണ വേളയിൽ ഈ ക്രൂശിത രൂപം നിർമ്മിച്ച് അനേകായിരങ്ങൾക്ക് ആശ്വാസവും ശക്തിയും പകരുന്ന വേളയിൽ അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. ശില്പിയുടെ അധ്വാനം സൃഷ്ടിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ മറഞ്ഞു പോകുമ്പോൾ കുരിശുമല തനിക്ക് നൽകിയ ചില അനുഭവങ്ങൾ ജോസ് മാസ്റ്റർ ഓർക്കുന്നു. എഴുകുംവയലിലെ കുരിശിൻ്റെ വഴിയിലെ 14-ാം സ്ഥലം ഈശോയുടെ തിരുക്കല്ലറ രൂപപ്പെടുത്തൽ, അതിനുവേണ്ടി അതിനനുയോജ്യമായ ഒരു കല്ലറയുടെ ഭാവത്തിൽ ഇവിടെ ഒരു പാറയുടെ പൊത്തു കിട്ടുകയും അതിൽ ഈശോയുടെ മൃതശരീരം അടക്കം ചെയ്തതായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു. ഇതേതാണ്ട് 3 ആഴ്ച കൊണ്ടാണ് ഈ രൂപം പൂർത്തീകരിച്ചത്. ഈ പാറയുടെ അള്ള് വലിയ വ്യാസമില്ലാത്തതിനാൽ ഈ രൂപം ഉണ്ടാക്കുവാൻ കുറേ വിഷമങ്ങൾ ഉണ്ടാകുകയുണ്ടായി. മറുസൈഡ് യേശുവിൻ്റെ ഒപ്പം കിടന്നുകൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കേണ്ടി വന്നത്. കാരണം മുകൾ മുഴുവൻ പാറയുടെ ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ മറുസൈഡുകൾ പൂർത്തീകരിക്കാൻ വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. കലാകാരന്മാർക്ക് വെള്ളവും വെളിച്ചവുമായി കത്തോലിക്ക സഭ മാറുമ്പോൾ ഉത്തമ സൃഷ്ടികൾ സാധ്യമാകുമെന്ന് പല വൈദികരും വിശ്വസിക്കുന്നു. തിരുസഭ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും വളർത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അളിയൻ ജോസ് സാറ്, TJ ജോസ് സാറ്, അദ്ദേഹം ഇവിടെ ഈ തിരുസ്വരൂപത്തിൻ്റെ ഈ രൂപത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ദൈവാനുഗ്രഹിതമായിട്ട് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ കൃപയുടെ ഉപകരണമാക്കി. ദേവശില്പങ്ങൾ ഒരുക്കി അനേകരുടെ മനസ്സിൽ ഭക്തിയും ആശ്വാസവും നൽകുന്ന TJ ജോസ് മാസ്റ്ററിലൂടെ കലാലോകത്തിന് നൽകുന്ന സന്ദേശം കലാകാരൻ്റെ എളിമയും ഏകാഗ്രതയും ഭക്തിയും പ്രപഞ്ചത്തെ കൂടുതൽ സുന്ദരപൂർണമാക്കുന്നു എന്നതാണ്.